ലൂക്കോസ് 6:36 യേശു നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ 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 ആകുന്നതുപോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവിൻ ആകുവിൻ മനസ്സലിവുള്ളവർ. ഓ മനസ്സലിവുള്ളവർ. സദൃശവാക്യങ്ങൾ 28:14 എപ്പോഴും 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 ദൈവ ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എപ്പോഴും എപ്പോഴും ദൈവ ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വചനം അനുസരിക്കാത്തവർക്ക് ദൈവവചനം വചനം അനുസരിക്കാത്തവർക്ക് ദൈവവചനം കാലിടറുന്നു കാലിടറുന്നു. വചനം അനുസരിക്കാത്തവർക്ക് വചനം കാലിടറുന്നു കാലിടറുന്നു. 1 പത്രോസ് 2:8 MCV. കൊരിന്ത്യർ 9:24 നിങ്ങളും പ്രതിഫലം ലഭിക്കുവാനായി നിങ്ങളും റിവാർഡ് ലഭിക്കുവാനായി ഓടുവിൻ. പ്രതിഫലം ലഭിക്കുവാനായി ഓടുവിൻ. നിങ്ങളും പ്രതിഫലം ലഭിക്കുവാനായി നിങ്ങളും റിവാർഡ് ലഭിക്കുവാനായി ഓടുവിൻ. ഓടുവിൻ. സങ്കീർത്തനം 32:8 ദൈവം ഞാൻ നീ നടക്കേണ്ട വഴി നിന്നെ ഉപദേശിച്ചു പഠിപ്പിക്കും. ഞാൻ നീ നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നീ നടക്കേണ്ട വഴി നിന്നെ ഉപദേശിച്ചു പഠിപ്പിക്കും. ഞാൻ നീ നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ എൻ്റെ കണ്ണ് നിന്റെ മേൽ വെച്ച് കൊണ്ട് നിനക്ക് ബുദ്ധിയുപദേശം നൽകും. ഞാൻ എൻ്റെ കണ്ണ് നിന്റെ മേൽ വെച്ച് കൊണ്ട് നിനക്ക് ബുദ്ധിയുപദേശം നൽകും. നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക. മറക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക. ആവർത്തന പുസ്തകം 6:12.
സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. മത്തായി 13:45-46. നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോടു സദൃശം. സ്വർഗരാജ്യം അന്വേഷിക്കുക. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറേ, ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. 1 കൊരിന്ത്യർ 2:16. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. 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 ഒരുവൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും സ്വീകരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ സഹിക്കുന്നത് അത്ഭുതം. ഒരുവൻ വന്ന് 2 കൊരിന്ത്യർ 11:4. യേശു ക്രിസ്തു എന്നിൽ വിശ്വസിക്കുന്നാരും ഇരുളിൽ തുടരാതിരിക്കേണ്ടതിന് ഞാൻ ലോകത്തിലേക്ക് വെളിച്ചമായി വന്നിരിക്കുന്നു. യോഹന്നാൻ 12:46. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. യഹോവയാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. യഹോവയാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. സങ്കീർത്തനം 18:29. ആകയാൽ നിങ്ങളുടെ മനസ്സ് 1 പത്രോസ് 1:13. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ചും ചിന്തയിൽ ഗൗരവമുള്ളവരായും യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിങ്കൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വച്ചുകൊള്ളുവിൻ. പൂർണ്ണ പ്രത്യാശ വച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ചു. ജഡത്തെ
പാപമോഹത്തെ അനുസരിച്ച് നടക്കുന്നവർ ജഡത്തിനുള്ളതും ആത്മാവിനെ അനുസരിച്ചു നടക്കുന്നവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. റോമർ 8:5-6. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും നിത്യജീവനും സമാധാനവും തന്നെ. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുക. സങ്കീർത്തനം 27:14. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, കാത്തിരിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, കാത്തിരിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയ്ക്കായി കാത്തിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. മത്തായി 7:24 MCV. യേശു അതുകൊണ്ട് എൻ്റെ ഈ വചനങ്ങൾ കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തി പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള ഒരു മനുഷ്യന് തുല്യം, ബുദ്ധിയുള്ള ഒരു മനുഷ്യന് തുല്യം. ലൂക്കോസ് 16:23. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ, പാതാളത്തിൽ വേദന അനുഭവിക്കുമ്പോൾ മേലോട്ടു നോക്കി ദൂരത്തു നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. സ്വർഗം ഉള്ളതുപോലെ തന്നെ നരകവുമുണ്ട്. ദൈവത്തെ ഭയപ്പെടുക. യഹോവയെ ഭയപ്പെടുന്നത്. സദൃശവാക്യങ്ങൾ 9:10 NASB IRV മലയാളം. ജ്ഞാനത്തിൻ്റെ തുടക്കമാകുന്നു, ജ്ഞാനത്തിൻ്റെ ആരംഭം ആകുന്നു. യഹോവയെ ഭയപ്പെടുക. ലൂക്കോസ് 16:8. വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ
തങ്ങളുടെ തലമുറയിൽ തന്ത്രം മേറിയവരാണ്, കൗശലമേറിയവരാണ്. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും, കർത്താവിൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. 1 പത്രോസ് 3:12, എഫേസ്യർ 5:16. ദിവസങ്ങൾ ദുഷിച്ചതാകയാൽ നിങ്ങളുടെ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ഏറ്റവും പ്രയോജനപ്രദമായി ഉപയോഗിച്ചു കൊള്ളുവിൻ. ദിവസങ്ങൾ ദുഷിച്ചതാകയാൽ. 1 പത്രോസ് 3:10. ജീവനെ ആഗ്രഹിക്കയും ശുഭകാലം കാൺമാനിച്ചിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ ചുണ്ടുകളെയും അടക്കിക്കൊള്ളട്ടെ. ലൂക്കോസ് 11:28 ഗ്രീക്ക്. ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അതിനെ കാത്തുകൊള്ളുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. യെശയ്യാവ് 30:15. മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ഫലം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ്. എബ്രായർ 3:6. നമുക്ക് ക്രിസ്തുവിലുള്ള ദൃഢവിശ്വാസവും നാം പ്രത്യാശിക്കുന്നതിലുള്ള അഭിമാനവും അവസാനത്തോളം മുറുകെ പീഡിച്ചു കൊണ്ടാൽ നാം തന്നെ ക്രിസ്തുവിൻ്റെ വീട് ആകുന്നു. ക്രിസ്തുവിൻ്റെ വീട് ആകുന്നു. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നിങ്ങളുടെ വാക്കുകൾ തന്നെ നിങ്ങൾക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്യും. മത്തായി 12:37. വാക്കുകൾ സൂക്ഷിക്കുക.
റോമർ 16:19. എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് നിഷ്കളങ്കരും ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എബ്രായർ 2:9. യേശു കഷ്ടാനുഭവങ്ങളും മരണവും അനുഭവിച്ചതുകൊണ്ട് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം യേശുവിനെ കാണുന്നു. മത്തായി 11:25. യേശു പറഞ്ഞു, പിതാവേ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവേ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവേ. എബ്രായർ 2:18. എന്തെന്നാൽ യേശുവും പരീക്ഷിക്കപ്പെടുകയും പീഡനങ്ങൾ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കുവാൻ കഴിവുള്ളവനാകുന്നു. ഒന്ന് പത്രോസ് 2:15. വ്യാജ പ്രചാരണം നടത്തുന്നവരുടെ അറിവില്ലായ്മയെ നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് നിശബ്ദമാക്കണം എന്നതാണ് ദൈവഹിതം. നന്മ ചെയ്തുകൊണ്ട് നിശബ്ദമാക്കണം എന്നതാണ് ദൈവഹിതം. എന്നാൽ കർത്താവിനോടു ചേർന്നിരിക്കുന്നവൻ ആത്മാവിൽ എന്നാൽ കർത്താവിനോടു ചേർന്നിരിക്കുന്നവൻ ആത്മാവിൽ കർത്താവിനോട് ഒന്നായിത്തീരുന്നു ആത്മാവിൽ 1 കൊരിന്ത്യർ 6:17. സങ്കീർത്തനങ്ങൾ 4:7. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം യഹോവ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം യഹോവ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. മത്തായി 13:49-50. ഇങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിക്കും. അവർ ദുഷ്ടന്മാരെ തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നിങ്ങളിൽ ഒന്നാമൻ ആകുവാൻ ആഗ്രഹിക്കുന്നവനെല്ലാം
മറ്റുള്ളവർക്ക് അടിമയാകേണം, അടിമയാകേണം. മത്തായി 20:27. യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാ, പിതാവ് എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ച് കൊണ്ട് ഞാൻ ഭൂമിയിൽ പിതാവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ 17:4. പിതാവ് എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ച് കൊണ്ട് ഞാൻ ഭൂമിയിൽ ഏക സത്യ ദൈവത്തെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസ് 11:35-36. യേശു ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. നിന്റെ ശരീരം അന്ധകാരം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതമായിരുന്നാൽ വിളക്ക് അതിൻ്റെ തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കും പോലെ ശരീരവും പ്രകാശമുള്ളത് ആയിരിക്കും. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. ഇയ്യോബ് 33:4. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. എബ്രായർ 6:1. അതുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ പാഠങ്ങളെ വിട്ട് പൂർണ്ണ വളർച്ച പ്രാപിക്കുവാൻ, പൂർണ്ണ വളർച്ച പ്രാപിക്കുവാൻ തുടർച്ചയായി നിർബന്ധപൂർവം ശ്രമിക്കുക. അതുകൊണ്ട് പൂർണ്ണ വളർച്ച. യേശുക്രിസ്തു ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടു വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെല്ലുകയും ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ ആഹാരം കഴിക്കുകയും ചെയ്യും. ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ ആഹാരം കഴിക്കുകയും ചെയ്യും. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. വെളിപ്പാട് 3:20. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. ഓരോരുത്തനും ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നന്മയായാലും തിന്മയായാലും അതിനവനവൻ അർഹിക്കുന്ന പ്രതിഫലം ലഭിക്കും. 2 കൊരിന്ത്യർ 5:10. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ
കണ്ടുകൊള്ളുവിൻ. പുറപ്പാട് 14:13. യേശു മനുഷ്യരെ പാപത്തിലേക്ക് നയിക്കുന്നത് കൊണ്ട് ലോകത്തിന് കഷ്ടം. മനുഷ്യരെ പാപത്തിലേക്ക് നയിക്കുന്നത് കൊണ്ട് ലോകത്തിന് കഷ്ടം. ചതിക്കുഴികൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ കഴിയുകയില്ല. എങ്കിലും അതിന് കാരണക്കാരൻ ആകുന്നയാൾക്ക് മഹാകഷ്ടം. മത്തായി 18:7. യേശുവിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾക്കുവാൻ ഉത്സാഹമില്ലാത്തവരാകയാൽ വിവരിച്ച് തരുവാൻ പ്രയാസം. നിങ്ങൾ കേൾക്കുവാൻ ഉത്സാഹമില്ലാത്തവരാകയാൽ. എബ്രായർ 5:11 IRV മലയാളം. 2 തെസ്സലോനിക്കർ 2:14. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം നേടുവാനല്ലോ ദൈവം ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം നേടുവാനല്ലോ ദൈവം ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന നിർദ്ദേശങ്ങളെ മുറുകെ പിടിച്ച് അതിൽ ഉറച്ചു നിന്നുകൊള്ളുവിൻ. 2 തെസ്സലോനിക്കർ 2:15. അങ്ങേ അന്വേഷിക്കുന്ന എല്ലാവരും അങ്ങിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. അങ്ങയുടെ രക്ഷയെ ആഗ്രഹിക്കുന്നവർ യഹോവ മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ. സങ്കീർത്തനം 40:16. യഹോവ മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ. സങ്കീർത്തനങ്ങൾ 23:3. ദൈവം എൻ്റെ ആത്മാവിനെ പുതുക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. ദൈവം എൻ്റെ ജീവനെ പുതുക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. തന്റെ നാമത്തിന്റെ മഹത്വത്തിനായി അവിടുന്ന് നീതിയുടെ റോഡുകളിൽ നടത്തുന്നു. മർക്കോസ് 13:22. കള്ളക്രിസ്തുക്കളും വ്യാജപ്രവാചകന്മാരും വന്ന് കഴിയുമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂടി വഴിതെറ്റിക്കുന്നതിനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. സൂക്ഷിക്കുക. അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ പ്രകാശിതമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വിളിയുടെ പ്രത്യാശ എന്തെന്നും
വിശുദ്ധന്മാരിൽ അവിടുത്തെ അവകാശത്തിൻ്റെ മഹത്വ സമ്പത്ത് എത്ര മഹത്തരമാണെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടിയുള്ള അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ആ ശക്തി അവിടുത്തെ മഹാബലത്തിൻ്റെ പ്രവർത്തനത്തിനനുസരിച്ചുള്ളതാകുന്നു. എഫേസ്യർ 1:18-19, റോമർ 15:4. വേദഗ്രന്ഥത്തിലുള്ളതെല്ലാം അവ പഠിക്കുന്നത് നിമിത്തം നമുക്കുണ്ടാകുന്ന ക്ഷമയും പ്രോത്സാഹനവും മൂലം പ്രത്യാശ ഉണ്ടാകുന്നതിനു വേണ്ടി മുൻകൂട്ടി എഴുതപ്പെട്ടിട്ടുള്ളതാണ്.